മോട്ടിവേഷൻ തരുന്ന ഞാൻ തന്നെ എൻ്റെ ചായ കൂടി നിർത്തി കാണിച്ചു തരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, ഡോക്ടറോട് ഞാൻ പറയാം, ഡോക്ടർ എൻ്റെ ഈ അഡിക്ഷൻ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മാറ്റിത്തരണം. ഭയങ്കര ചായ കുടിയാണ്. ഒരു 10 എണ്ണം കുടിക്കുമെന്ന് വെച്ച് ഞാൻ ഒരു 10 എണ്ണം കിട്ടിയാലും ഞാൻ കുടിക്കും, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അത്രയും അഡിക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിർത്താൻ പറ്റുമോ നോക്ക്, പാല് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമുക്ക് നോക്കാം, ഒരു ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, എങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു. ചായ വലിയ സീനൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കള്ളുകൂടി പോലെയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ സീനൊന്നുമല്ല, നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു. കാരണം നമ്മളെന്താണോ അഡിക്ഷൻ ആവുന്നത് അതിൽ നിന്ന് നമ്മൾ മാറണം അല്ലേ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ തരണേ. അപ്പം ഞാൻ തന്നെ കാണിച്ചു തരണേ, നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളത്. പിന്നെ എനിക്ക് മാറ്റാൻ ഇനി പറ്റാത്ത എന്താണെന്നറിയാം, ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് വിട്ടുപിരിയാൻ പറ്റില്ല. അത് വലിയൊരു ഇതാണ്. ഒരാളെന്നെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ നിങ്ങൾ ആളെ പറയുന്നില്ല, ആളെ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ ഡയലോഗ് അങ്ങനെയായിരുന്നു. എന്തിനു നിങ്ങൾ അങ്ങനെ സ്നേഹിക്കണം ഒരാളെ അതിര് കടന്ന് സ്നേഹിക്കണം? ആ സ്നേഹമൊന്നും നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു ആണ് പറഞ്ഞെങ്കിൽ അതിന് ഒരർത്ഥമുണ്ട്. അയാളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അയാളുടെ പുറകെ നമ്മൾ പോകുമെന്ന് പേടിക്കാൻ. മനസ്സിലായോ? പക്ഷേങ്കിൽ പറഞ്ഞതൊരു പെണ്ണായിരുന്നു. എന്നെ സ്നേഹിക്കുന്നവരെന്നെ വിട്ടു പോകരുത്, എൻ്റെ കൂടെ നിൽക്കണം എന്ന് വെച്ചാൽ ആൾ വേറെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നുണ്ടെന്നോട് എനിക്ക് നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് ആ ഒരു സർക്കിളിൽ നിൽക്കണം. എനിക്ക് എൻ്റെ ആ സർക്കിളിൽ എല്ലാ ഫ്രണ്ട്സ് കീപ്പ് ചെയ്യണമെന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കീപ്പ് ചെയ്യണമെന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. സ്നേഹം വിട്ടുപിരിയാൻ ആഗ്രഹിക്കാത്ത ആളാണ്. എനിക്കങ്ങനെ ഞാൻ പിരിഞ്ഞ് നിന്ന് തന്നെ ഇപ്പോൾ 2 പേരെ ഞാൻ എന്തുണ്ടെങ്കിലും വിളിക്കുന്നതാണ്. 2 പേരെ എനിക്ക് 2 പേരുടെയും പേര് ഒരു പേര് തന്നെ ഞാൻ വിളിക്കുന്നത്. 2 പേരെയും എനിക്ക് എന്തോ ഞാൻ അവർക്കൊരു ഡിസ്റ്റർബാണോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നുപോയി. കാരണം ഈ ഒരാളുടെ ഡയലോഗ് കാരണമാണ്. ആ ആൾ എന്നോട് പറഞ്ഞ ഡയലോഗ് അവരറിഞ്ഞിട്ടില്ല ആ കാര്യം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇതിലെനിക്ക് അവിടെ ഒരു 4 പേരാണ് എൻ്റെ മനസ്സിൽ ചങ്കിൽ പതിഞ്ഞിരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ നാത്തൂനെന്ന് വിളിക്കുന്നത്. അവൾക്ക് അറിയില്ല, അവൾ അത്രയും എൻ്റെ ചങ്കിൽ പതിഞ്ഞിരിക്കുക എന്നുള്ളത്. അത്ര ഇഷ്ടമാണ്. പിന്നെ 2 പേർക്കും കൂടെ ഒരു പേര്, അവരെയും എനിക്ക് അതുപോലെ ചങ്കിൽ പതിഞ്ഞ ആളാണ്. പിന്നെയാണ് മറ്റേ ആൾ, ചങ്കിൽ പതിഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പൊക്കെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവരെ കിട്ടും, പിന്നെ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന്. എനിക്കത്